ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. ഹർജിക്കാർക്ക് വാദം ഉന്നയിക്കാൻ നാളെ അരമണിക്കൂർ സമയം കൂടി അനുവദിച്ചു. ഹർജിക്കാരുടെ വാദം പൂർത്തിയായാൽ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ആരംഭിക്കും. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഇന്ന് നടന്ന വാദത്തിന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്നത്തെ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഹർജിക്കാർക്ക് വാദം ഉന്നയിക്കാൻ നാളെ അരമണിക്കൂർ സമയം കൂടി കോടതി അനുവദിച്ചിട്ടുണ്ട്. അത് പൂർത്തിയായ ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ആരംഭിക്കുക. സിബി ജോസഫ് ഉണ്ട്. സിബി, ഇന്ന് നടന്ന വാദത്തിന്റെ പൂർണ്ണമായ രൂപം? വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ഇന്നും ഹർജിക്കാരുടെ വാദം ഇന്ന് നടന്നു. ഇന്നിപ്പോൾ വാദം പൂർത്തിയായിട്ടില്ല. നാളെയും വാദം തുടരുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പൗരത്വം തെളിയിക്കാൻ കൂടുതൽ രേഖകൾ, അതായത് 11 രേഖകൾ അനുവദിക്കുമാണെന്ന കാര്യത്തിൽ ഒരു നടപടിയെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. മാത്രമല്ല, നേരത്തെ 9 രേഖകളായിരുന്നു, അത് 11 രേഖകളാക്കി വർദ്ധിപ്പിച്ചപ്പോൾ അതൊരു അനുകൂലമായ സമീപനമാണെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിയെ പിന്തുണച്ചുകൊണ്ട് പറയുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷന്റെ വാദം. ഈ ആരോപണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും ഈ വോട്ടർ പട്ടിക പിൻവലിച്ചു എന്നത് ഗുരുതരമായ കാര്യം കൂടി പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി. അതായത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി ഒരു ദിവസത്തിനകം കരട് പട്ടിക സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അത് നീക്കം ചെയ്തു എന്നാണ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത്. പക്ഷേ ഈ വാർത്താ സമ്മേളനം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊരു കാര്യമായിരുന്നു സുപ്രീം കോടതി ഭാഗത്തുണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിശദമായ ഒരു വാദം തന്നെയാണ് നടന്നത്. കരട് പട്ടികയിൽ ഒരേ മേൽവിലാസത്തിൽ 240 വീടുണ്ടെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെയും പട്ടിക പുറത്തുവിടണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായി നീക്കം ചെയ്തവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്നും ആവശ്യപ്പെട്ടത്. എന്തായാലും വാദം പൂർത്തിയായിട്ടില്ല. ഇനി നാളെ ഈ വാദം തുടരുകയും ചെയ്യും. അതിനുശേഷം നാളെ അരമണിക്കൂർ കൂടി ഹർജിക്കാർക്ക് വാദം നൽകാനുള്ള സമയം നൽകും. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. എന്തായാലും വിശദമായ ഒരു വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ 65 ലക്ഷം വോട്ടർമാരുടെ ഇത്തരത്തിൽ പട്ടിക നീക്കം ചെയ്യുകയും ആ നീക്കം ചെയ്ത് എന്തിനാണെന്നോ അല്ലെങ്കിൽ അതിന് കാരണം ഉൾപ്പെടില്ലാതിനെയും നൽകേണ്ട ബാധ്യതയില്ലാതെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത് കൃത്യമായി ഏറ്റവും കൂടുതലായി തീവ്രമായ ഒരു പരിഷ്കരണമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ ഒഴിവാക്കലാണ് നടന്നതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹർജിക്കാരുടെ വാദം. ഈ ഹർജിക്കാരുടെ വാദം ഇന്നിപ്പോൾ നാളെ കൊണ്ട് പൂർത്തിയാകുകയും ഇനിയിപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തുടരുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും ഒരു ഇടക്കാല വിധി ഉണ്ടാകാനുള്ള സാധ്യത. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.